അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ ഖുർആനിലെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? അതുപോലെ തന്നെ മണവാളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്തും വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അത് ഏതാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിലെ ഹൃദയം എന്നറിയപ്പെടുന്നത് സൂറത്ത് യാസീനാണ്. കാരണം അതിന് വലിയ മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബ വ ഖൽബുൽ ഖുർആനി യാസീൻ. ഓരോ കാര്യങ്ങൾക്കും അതിന്റെ ഹൃദയങ്ങളുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം അത് യാസീനാണ്. വമൻ ഖറഅ യാസീൻ, വല്ല ഒരാളും സൂറത്ത് യാസീൻ ഓതിയാൽ ഖതബല്ലാഹു ലഹു, അവന് അല്ലാഹു എഴുതുന്നതാണ് ബിഖിറാഅത്തിഹാ, ഖിറാഅത്തു ഖുർആൻ 10 മർറാത്ത്. അവന്റെ പാരായണം കാരണം അവനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് 10 തവണ ഓതിയതായി അവന് എഴുതപ്പെടുന്നതാണ് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. തുർമുദിയും അതേപോലെ ദാരിമിയും എല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ യാസീനിന് വലിയ പ്രത്യേകതയുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്? അന്ത്യനാളിനെ സംബന്ധിച്ച് വളരെ കൂടുതൽ സൂറത്ത് യാസീനിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മരണം ആസന്നമായവരുടെ അടുക്കൽ വെച്ചും മരണപ്പെട്ടു പോയവരുടെ പേരിലും ഈ സൂറത്തു യാസീൻ ഓതൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. കാരണം എന്താണ്? അത് വളരെ ഉപകാരപ്പെടും എന്നുള്ളത് തന്നെ അന്ത്യകാലം സംബന്ധിച്ച് കൂടുതൽ അതിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ഈ സൂറത്ത് യാസീൻ ഒരാൾ ഓതുമ്പോൾ തഹിയ ഖുലൂബുൽ അഹ്യാഇ വൽ അംവാത് എന്നുള്ളതാണ്. ഈ സൂറത്ത് യാസീൻ ഓതുമ്പോൾ അത് ഓടുന്നവന്റെ ഹൃദയം അതിന് ജീവൻ നിൽക്കുന്നു. അതുപോലെ മരണപ്പെട്ടവർക്ക് അതൊരു ആശ്വാസവും ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. അത് നമ്മൾ പരമാവധി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. മരണപ്പെട്ടു പോയവരുടെ പേരിലും നമ്മൾ ഓതണം എന്ന് അർത്ഥം. ഇനി വിശുദ്ധ ഖുർആനിലെ മണവാളൻ എന്ന് പറയുന്ന സൂറത്ത് അതേതാണ്? അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ പറ്റും. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ഷൈഇൻ അറൂസ്, ഓരോന്നിനും മണവാളനുണ്ട്. അറൂസുൽ ഖുർആൻ അർ-റഹ്മാൻ, എന്നാൽ വിശുദ്ധ ഖുർആനിലെ മണവാളൻ അതാര? അതേ സൂറത്ത് ഏതാണ്? അത് സൂറത്തു റഹ്മാൻ ആണ്. അത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അതാണ് ലികുല്ലി ഷൈഇൻ അറൂസ്, ഓരോന്നിനും മണവാളനുണ്ടെന്ന് പറഞ്ഞാൽ ഐ ജമാലും എന്നുള്ളത് അതിന്റെ ഭംഗിയാണ് അത് അറിയുന്നത്. കാരണം എന്തുകൊണ്ട് സൂറത്തു റഹ്മാൻ മണവാളനായി അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതെന്താണ്? അത് ദുനിയാവിൽ വെച്ച് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ദുനിയാവിലെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പാരത്രിക ലോകത്തെ സംബന്ധിച്ചും അതിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, പാരത്രിക ലോകത്തെ മണവാട്ടികൾ ഹൂലി, അവരെ സംബന്ധിച്ച് വളരെ കൂടുതൽ സൂറത്തു റഹ്മാനിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വർഗത്തിലെ മണവാട്ടികളാണല്ലോ ഹൂലികൾ. അവരുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ചും അവരുടെ ഭംഗിയെ സംബന്ധിച്ചും മറ്റുമെല്ലാ കാര്യങ്ങളും ഈ സൂറത്തു റഹ്മാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സൂറത്തു റഹ്മാന് ഖുർആനിലെ അറൂസ്, മണവാളൻ എന്ന് പറയാൻ കാരണം ഇതുപോലെ പല മഹത്വങ്ങളും ഓരോ സൂറത്തുകൾക്കും ചില ആയത്തുകൾക്കും എല്ലാം ഉണ്ട്. അള്ളാഹു നമുക്ക് നന്മ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനിലായി ഈ ഖുർആനിന് സേവനം ചെയ്യാൻ, ഖുർആൻ ഓതാനും ഖുർആൻ പഠിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.